ഹായ്, ഞാൻ ഫിദ. ഈ ജൂൺ 29 ഞാൻ DH എക്സാം പാസ്സായി, അൽഹംദുലില്ല. പിന്നെ സ്പെഷ്യൽ താങ്ക്സ് ടു അഡ്വഞ്ചർ ടീം, ഡോക്ടർ ആൻഡോസ് സർ എസ്പെഷ്യലി, പിന്നെ നമ്മുടെ മെന്റേഴ്സ്, പിന്നെ അതുപോലെയുള്ള നോൺ ടീച്ചിങ് സ്റ്റാഫ്സും. സ്പെഷ്യൽ താങ്ക്സ് ടു മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ആൻഡോസ് സാറിന്റെ ക്ലാസ് പറയുമ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീൽ എന്താന്ന് വെച്ചാൽ, എൻട്രൻസ് കോച്ച് ഞാൻ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്ത ആളാണ്. അപ്പോൾ +2 പഠിച്ച കാര്യങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് എനിക്ക് മനസ്സിലായത് റിപ്പീറ്റിന്റെ സമയത്തായിരുന്നു. അതുപോലെ ഒരു ഫീൽ ആയിരുന്നു എനിക്ക് ഇപ്പൊ കിട്ടിയത്. സാറിന്റെ ക്ലാസ് കേൾക്കുമ്പം ഇൻഡെപ്ത് ആയിട്ട് ഒരു നോളജ് കിട്ടി, കോൺസെപ്റ്റ്സ് എല്ലാം മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ നമുക്ക് ഈ കിട്ടിയ സ്റ്റഡി മെറ്റീരിയൽ ഹാർഡ് കോപ്പി ഉണ്ട്, അത് നമുക്ക് ഫ്യൂച്ചർ റെഫറൻസിന് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ പഠിച്ച രീതി എന്ന് പറയുമ്പം, ഞാൻ ജോയിൻ ചെയ്തത് ഏകദേശം ഒരു ഫെബ്രുവരി മിഡാണ്. ബട്ട് എനിക്കത് ആക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റിയില്ല അതിനുശേഷം. ആഫ്റ്റർ ദാറ്റ് ഞാനൊരു ഏപ്രിൽ ലാസ്റ്റ് തൊട്ട് ജൂൺ ലാസ്റ്റ് വരെ ഫോക്കസ് ചെയ്തിട്ട് തന്നെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ ബേസിക് ക്ലാസ്സസ് കേട്ടു, അതിന്റെ ഇൻഡിവിജ്വൽ മോക്സ് ചെയ്തു. പിന്നെ ലാർജ് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു, അത് ചെയ്തിട്ട് ഞാനൊരു നോട്ട്ബുക്കിൽ അതിന്റെ മാർക്സ് എല്ലാം നോട്ട് ചെയ്തു. പിന്നെ ഫൈനലി എനിക്ക് ഇത് യൂസ്ഫുൾ ആവാൻ കാരണം, ഏത് മോക്കിലാണ് എനിക്ക് മാർക്ക് കുറവെന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ ഏത് സെക്ഷനാണ് ഞാൻ പോറെന്ന് മനസ്സിലായി. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഇംപ്രൂവ് ആയി. ദെൻ ഞാൻ ഫോക്കസ് ചെയ്തത് ക്രാഷ് ഫയലിൽ കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഞാൻ ഒരു സെപ്പറേറ്റ് നോട്ട്ബുക്കിൽ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്രാഷ് പോയിന്റ്സ് ആണ് എനിക്ക് ഫൈനൽ ടൈം ഓഫ് എക്സാം പ്രിപ്പറേഷന്, റിവിഷന് ഹെൽപ്ഫുൾ ആയത്. അധികം ഒന്നും റിവൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഈ ക്രാഷ് പോയിന്റ്സ് ഞാൻ കുറച്ച് നോട്ട് ചെയ്തു. പിന്നെ ഒരിക്കലും വിടാൻ പാടില്ലാത്ത ഫയലാണ് മേജർ ഫയൽ, ഇമ്പോർട്ടന്റ് ഫയൽ. അതിൽ പറഞ്ഞാല് അത് റീസെന്റ് ആസ്ഡ് ക്വസ്റ്റ്യൻസും ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നതും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് അതിൽ വരുന്നുണ്ട്. പിന്നെ കെമിസ്ട്രി ക്ലാസ്സസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒരുപാട് മനസ്സിലാക്കാനും കേൾക്കാനും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനൊക്കെ പറ്റും. എനിക്ക് കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തു ഫൈനലി ഈ ANS പോർഷൻ ടു ആന്റി ക്യാൻസർ പോർഷൻ. അത് 1-2 പ്രാവശ്യം റിവൈസ് ചെയ്തു, ആ ഒരു പോർഷൻസ് മാത്രം. ബാക്കി എവിടെ എനിക്ക് റിവൈസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ആ പോർഷൻസ് റിവൈസ് ചെയ്തത് കൊണ്ടാവും എനിക്ക് എക്സാമിന് കുറെ യൂസ്ഫുൾ ആയി. കാരണം കൂടുതൽ ക്വസ്റ്റ്യൻസ് ആ ഒരു ഭാഗത്തുനിന്ന് വരുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് പറഞ്ഞാല്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിമോണിക്സ് അത് ടീച്ചേഴ്സ് തരുന്നതും അല്ലാണ്ട് നമ്മള് എവിടെന്നെങ്കിലും കാണുന്നതും അങ്ങനെയുള്ളതൊക്കെ ഒരു സ്റ്റിക്ക് നോട്ടായി ഒട്ടിച്ചു വെച്ചു. എസ്പെഷ്യലി ADR റിലേറ്റഡും എൻസൈം ഇൻഡ്യൂസേഴ്സിന്റെ നിമോണിക് ഒക്കെ, പിന്നെ 2-3 സ്ട്രക്ചേഴ്സും, അതൊക്കെ എനിക്ക് ഇങ്ങനെ എപ്പോഴും കാണുമ്പോൾ അത് സ്ട്രൈക്ക് ഔട്ട് ചെയ്യായിരുന്നു. എക്സാം റിലേറ്റഡ് പറയുകയാണെങ്കിൽ, ടൈം മാനേജ്മെന്റ് നല്ല ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് കുറച്ച് പ്രോബ്ലം ആയി തോന്നിയത് ടൈം മാനേജ്മെന്റ് ആണ്. എക്സാം കുറച്ച് ടഫ് ആയിരുന്നു. അതിൽ തന്നെ കുറെ ലോങ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ലോങ് കേസ് ക്വസ്റ്റ്യൻസ്. അതിൽ കുറെ ലാബ് വാല്യൂസ് ഒക്കെ തന്നിട്ടുള്ള. പിന്നെ കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസിന്റെ കേസിൽ അത്ര ഡയറക്റ്റ് ആയിട്ടൊന്നും അല്ല വന്നത്. പിന്നെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ഫ്ലാഗ് ചെയ്തിട്ട് ചെയ്യണമായിരിക്കും ബെറ്റർ. പിന്നെ മെഡിസിനൽ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ഏകദേശം മോർ ദാൻ 10 ഉണ്ടായിരുന്നു. ബട്ട് ഓരോ സ്ട്രക്ചറിന്റെ താഴെ നെയിംസ് ഉണ്ടായതുകൊണ്ട് അത്ര വലിയ പ്രോബ്ലം ഉണ്ടായില്ല. പിന്നെ കുറച്ച് ട്രിക്കി ആയിട്ട് തോന്നിയത് അഡ്മിനിസ്ട്രേറ്റീവ് ബിഹേവിയറൽ സയൻസ് എന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് വായിക്കുമ്പോൾ നമുക്ക് എളുപ്പമായി തോന്നും, പക്ഷെ ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം വരുന്നത്. ഇനി എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, പഠിക്കുമ്പോൾ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് പഠിക്കുക. മോക്സ് ഒക്കെ മാർക്ക് നോട്ട് ചെയ്ത് റിപ്പീറ്റായി ചെയ്യുക. എന്നിട്ട് എത്ര ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് നോക്കുക. പിന്നെ റിവൈസ് ചെയ്യാൻ പറ്റുന്നവർ എന്തായാലും റിവൈസ് ചെയ്യണം. പിന്നെ കാൽക്കുലേഷൻ ആദ്യം തന്നെ ഒരു പേപ്പറിൽ പഠിക്കുക. എന്നിട്ട് ഫൈനലി അതൊരു ആപ്പ് കാൽക്കുലേറ്ററിൽ ചെയ്തിട്ട് ഇംപ്രൂവ് ചെയ്യുക. എന്നാലേ നമുക്ക് എക്സാമിന് ഇരിക്കുമ്പോൾ ഈസി ആവുള്ളൂ. പിന്നെ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുമോ ആസ് മച്ച് ആസ് പോസിബിൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. കൂളായിട്ട് പഠിച്ച് ക്രാക്ക് ചെയ്യുക.